ഹലോ ട്രെയിനീസ്, സ്വാഗതം. ഈ സെഷനിൽ സോളാർ ബാറ്ററി 12 വാട്ട് 10 ആംപിയർ അവർ, സോളാർ പാനൽ 75 വാട്ട്സ്, LED ലൈറ്റ് 12 വാട്ട് DC 5 വാട്ട്സ് എന്നിവ ഉപയോഗിച്ച് ഒരു ഡസ്ക് ടു ഡോൺ ചാർജ് കൺട്രോൾ 12 വാട്ട് 10 ആംപിയർ എങ്ങനെ നിർമ്മിക്കാമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഈ സെഷൻ്റെ അവസാന ഭാഗത്തോടെ സോളാർ ലൈറ്റ് സിസ്റ്റം എന്താണെന്നറിയാനും കോമ്പണൻറ്റുകൾ ലിസ്റ്റ് ചെയ്യാനും അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ തിരിച്ചറിയാനും സോളാർ ചാർജ് കൺട്രോളിൻ്റെ പ്രവർത്തനങ്ങൾ പഠിക്കാനും ഡസ്ക് ടു ഡോൺ ഫീച്ചറിനെ കുറിച്ച് അറിയാനും സാധിക്കും. ഇത് കൂടാതെ സോളാർ ബാറ്ററി, സോളാർ പാനൽ, LED ലൈറ്റ് എന്നിവയുള്ള ഡസ്ക് ടു ഡോൺ ചാർജ് കൺട്രോളർ നിർമ്മാണത്തിലുള്ള സ്റ്റെപ്പുകൾ അറിയാനും കഴിയും. സോളാർ ലൈറ്റ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് പഠനം ആരംഭിക്കാം. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഒരു മെറ്റൽ പൈപ്പ് കൊണ്ടുള്ള തൂണിൽ സ്ഥാപിക്കാവുന്ന ഒരു ലൈറ്റ് സോഴ്സ് ആണ് സോളാർ ലൈറ്റ്. ലൈറ്റ് സോഴ്സുകൾ എനർജിയുടെ പ്രൈമറി സോഴ്സായി സോളാർ ഫോട്ടോ വോൾട്ടേക് അഥവാ SPV കോമ്പണന്റുകൾ ഉപയോഗിക്കുന്നു. പകൽ സമയത്ത് ഇലക്ട്രിക് എനർജി സംഭരിക്കുകയും രാത്രി ഒരു ഫ്ലൂറസെന്റ് അല്ലെങ്കിൽ LED ലൈറ്റിന് പവർ നൽകുകയും ചെയ്യുന്നു. റീചാർജ് ചെയ്യാവുന്ന ബാറ്ററി, ചാർജ് കൺട്രോളർ തുടങ്ങിയവ ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്യുന്നതിന് വളരെ ആവശ്യമായ ഉപകരണങ്ങളാണ്. അടുത്തതായി നമുക്ക് ഒരു സാധാരണ സോളാർ ലൈറ്റ് സിസ്റ്റത്തിന്റെ കോമ്പണന്റുകൾ ലിസ്റ്റ് ചെയ്യാം. ഒരു SPV മൊഡ്യൂൾ, ഒരു ബാറ്ററി, ഒരു സോളാർ ചാർജ് കൺട്രോളർ, ഒരു LED ലൂമിനറി അല്ലെങ്കിൽ ലൈറ്റ് എന്നിവയാണ് പ്രധാനമായും ഇതിൽ അടങ്ങിയിരിക്കുന്നത്. SPV മൊഡ്യൂൾ സോളാർ എനർജി സ്വീകരിക്കുകയും അതിനെ ഇലക്ട്രിക് എനർജിയാക്കി മാറ്റുകയും ചെയ്യുന്നു. സോളാർ ലൈറ്റ് സിസ്റ്റത്തിന് ഉപയോഗിക്കുന്ന സോളാർ പാനലുകൾ LED ലുമിനറിയുടെ വോൾട്ടേജ് റേറ്റിംഗിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സാധാരണയായി 12 മണിക്കൂർ പ്രവർത്തിക്കുന്ന LED ലുമിനറിക്ക് 40 വാട്ട്സ് പീക്ക് SPV മൊഡ്യൂൾ ആവശ്യമാണ്. പകൽ സമയത്ത് സോളാർ പാനലിൽ നിന്ന് കൺവേർട്ട് ചെയ്ത ഇലക്ട്രിക്കൽ എനർജി സോളാർ ചാർജ് കൺട്രോളർ വഴി ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. സൂര്യാസ്തമയ സമയത്ത് ലൈറ്റ് ഇന്റൻസിറ്റി ഒരു യൂണിറ്റ് ഏരിയയിൽ ഏകദേശം 10 ലുമിനസ് ഫ്ലക്സായി കുറയുമ്പോൾ സോളാർ ചാർജ് കൺട്രോളർ ലൂമിനറിക്ക് എനർജി നൽകുകയും സമയം കടന്നു പോകുമ്പോൾ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും. പിറ്റേന്ന് വീണ്ടും പകൽ സമയമാകുമ്പോൾ സോളാർ ചാർജ് കൺട്രോളർ സ്വമേധയാ LED ലൈറ്റ് ഓഫ് ചെയ്യും. LED ലൈറ്റുകളെയാണ് ഇന്നത്തെ കാലത്ത് സോളാർ ലൈറ്റിന്റെ ലൈറ്റ് സോഴ്സായി ഉപയോഗിക്കുന്നത്. ഇതിന് കാരണം ഇവ കുറഞ്ഞ എനർജി കൺസപ്ഷൻ കൊണ്ട് ഉയർന്ന ലൂമിനൻസ് നൽകുന്നു എന്നുള്ളതാണ്. രാത്രിയിൽ ബാറ്ററി വോൾട്ടേജ് അതിന്റെ ക്രിട്ടിക്കൽ വാല്യൂവിന് താഴേക്ക് കുറയുകയാണെങ്കിൽ ഡീപ്പ് ഡിസ്ചാർജിൽ നിന്ന് ബാറ്ററിയെ സംരക്ഷിക്കാൻ ചാർജ് കൺട്രോളർ LED ലൈറ്റ് ഓഫ് ചെയ്യും. സോളാർ ചാർജ് കൺട്രോളർ ഇവിടെ ചില പ്രധാന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ബാറ്ററി ചാർജ് ചെയ്യുക, ബാറ്ററി പൂർണ്ണമായി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിക്കേഷൻ നൽകുക, ലോഡ് കണക്ട് ചെയ്യുകയോ ഡിസ്കണക്ട് ചെയ്യുകയോ ചെയ്യുക, ബാറ്ററി വോൾട്ടേജ് നിരീക്ഷിക്കുക, വോൾട്ടേജ് കുറഞ്ഞാൽ ലോഡ് ഡിസ്കണക്ട് ചെയ്യുക തുടങ്ങിയവ ചാർജ് കൺട്രോളിന്റെ കടമകളാണ്. ഇത് കൂടാതെ സോളാർ ചാർജ് കൺട്രോളർ ആണ് സർക്യൂട്ടിനെ സോളാർ പാനലിലേക്ക് കണക്ട് ചെയ്യുകയോ ഡിസ്കണക്ട് ചെയ്യുകയോ ചെയ്യുന്നത്. ബാറ്ററി ഓവർ ചാർജിങ്ങിൽ നിന്ന് സംരക്ഷിക്കുക, ബാറ്ററിയെ ഡീപ്പ് ഡിസ്ചാർജിൽ നിന്ന് തടയുക, റിവേഴ്സ് കറന്റ് ഫ്ലോയും ബ്ലോക്കും നിരീക്ഷിക്കുന്നത് കൂടാതെ ചാർജിംഗ് ഓൺ, ബാറ്ററി കണക്ട്, സോളാർ ഓൺ എന്നീ ഇൻഡിക്കേഷനുകൾ നൽകുന്നതും സോളാർ ചാർജ് കൺട്രോളർ ആണ്. കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ചാർജ് കൺട്രോളുകൾക്ക് 10 ആംപിയർ മുതൽ 40 ആംപിയർ വരെ ചാർജിംഗ് കറന്റ് ഉണ്ട്. ലൈറ്റുകളുടെ പ്രവർത്തനത്തിനുള്ള സോളാർ ചാർജ് കൺട്രോളിന് സൂര്യാസ്തമയ സമയത്ത് അഥവാ വൈകുന്നേരം ഓട്ടോമാറ്റിക്കായി LED ലൈറ്റ് ഓൺ ആക്കാനും സൂര്യോദയ സമയത്ത് അതായത് പ്രഭാത സമയത്ത് ഓഫ് ആക്കാനും വേണ്ട ഡസ്ക് ടു ഡോൺ ഫീച്ചർ ആവശ്യമാണ്. സോളാർ ബാറ്ററി, സോളാർ പാനൽ, LED ലൈറ്റ് എന്നിവ കൊണ്ട് ഡസ്ക് ടു ഡോൺ ചാർജ് കൺട്രോളർ നിർമ്മിക്കുന്നതിനുള്ള സ്റ്റെപ്പുകൾ നോക്കാം. 75 വാട്ടിന്റെ സോളാർ PV മൊഡ്യൂൾ, 12 വാട്ട് DC, 5 വാട്ട്സ് LED ലാമ്പ്, 12 വാട്ട് 10 ആംപിയർ ഡസ്ക് ടു ഡോൺ ചാർജ് കൺട്രോളർ, 12 വാട്ട് 100 ആംപിയർ അവേഴ്സ് സോളാർ ബാറ്ററി തുടങ്ങിയവ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ആദ്യം 12 വാട്ട് 100 ആംപിയർ അവേഴ്സ് സോളാർ ബാറ്ററി ഡസ്കിന്റെ ബാറ്ററി ഇൻപുട്ട് ടെർമിനലുകളിലേക്ക് 12 വാട്ട് 10 ആംപിയർ ചാർജ് കൺട്രോളറുമായി കണക്ട് ചെയ്യുക. അടുത്തതായി
12 വാട്ട് DC 5 വാട്ടിന്റെ LED ലൈറ്റ് ഡിസ്കിന്റെ ഔട്ട്പുട്ട് ടെർമിനലുകളിൽ നിന്നും ഡോൺ ചാർജ് കൺട്രോളറുമായി കണക്ട് ചെയ്യുക. തുടർന്ന് 75 വാട്ടിന്റെ സോളാർ PV മൊഡ്യൂൾ ചാർജ് കൺട്രോളറിന്റെ സോളാർ ഇൻപുട്ട് ടെർമിനലുകളുമായി കണക്ട് ചെയ്യുക. അതിനുശേഷം സോളാർ പാനൽ സൺലൈറ്റിൽ വയ്ക്കുകയും ബാറ്ററി ചാർജിംഗ് ഓൺ ആണോ എന്ന് പരിശോധിക്കുകയും ചെയ്യുക. ഇതിന് ചാർജ് കൺട്രോളറിലെ ഇൻഡിക്കേഷൻ നോക്കിയാൽ മതി. ചാർജിംഗ് പൂർത്തിയായാൽ ഇടയ്ക്കിടെ മിന്നിമായുന്ന പോലെ ഇൻഡിക്കേഷൻ കാണാനാകും. സൂര്യാസ്തമയ സമയത്ത് ഇരുട്ടായി തുടങ്ങുമ്പോൾ LED ലൈറ്റ് സ്വയമേവ ഓൺ ആകുന്നത് നിരീക്ഷിക്കുക. പകരം പകൽ സമയത്ത് പരിശോധന നടത്തണമെന്ന് തോന്നിയാൽ LED ലൈറ്റ് തനിയെ ഓണാകുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പാനലിൽ നിന്ന് ചാർജ് കൺട്രോളറിലേക്കുള്ള പോസിറ്റീവ് ഇൻപുട്ട് ടെർമിനൽ ഡിസ്കണക്ട് ചെയ്തും നോക്കാവുന്നതാണ്. സോളാർ ബാറ്ററി 12 വാട്ട് 10 ആംപിയർ അവർ, സോളാർ പാനൽ 75 വാട്ട്സ്, LED ലൈറ്റ് 12 വാട്ട് DC 5 വാട്ട്സ് എന്നിവ ഉപയോഗിച്ച് ഒരു ഡസ്ക് ടു ഡോൺ ചാർജ് കൺട്രോൾ 12 വാട്ട് 10 ആംപിയർ നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ ഈ സെഷന്റെ അവസാന ഭാഗത്തോടെ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് സോളാർ ലൈറ്റ് സിസ്റ്റം എന്താണെന്നറിയാനും അതിൻ്റെ കോമ്പണൻറ്റുകൾ ലിസ്റ്റ് ചെയ്യാനും അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ തിരിച്ചറിയാനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുകൂടാതെ സോളാർ ചാർജ് കൺട്രോളിൻ്റെ പ്രവർത്തനങ്ങൾ, ഡസ്ക് ടു ഡോൺ ഫീച്ചർ, സോളാർ ബാറ്ററി, സോളാർ പാനൽ, LED ലൈറ്റ് എന്നിവ ഉപയോഗിച്ച് ഡസ്ക് ടു ഡോൺ ചാർജ് കൺട്രോൾ നിർമ്മാണം എന്നിവയെക്കുറിച്ചെല്ലാം അറിയാൻ സാധിച്ചുവെന്ന് വിശ്വസിക്കുന്നു.